വെൽക്കം ബാക്ക് മച്ചന്മാരെ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടോ, മറ്റേ ശോഭയുടെ മുമ്പിലാണ്. ഇന്നൊരു ഫ്രീ ലീവുള്ള ദിവസമായിരുന്നു. അപ്പോൾ അത് വിചാരിച്ചു ഇവിടെ ഗമന സിനിമയ്ക്ക് വിചാരിച്ചു. ചേട്ടനൊക്കെ പോയി കണ്ടു, കുറേ പേര് ഫ്രണ്ട്സ് പോയി കണ്ടു. നല്ല റിവ്യൂയാണ് പറയണത്. അത് വിചാരിച്ചു മറ്റേ നമ്മുടെ പിള്ളേരൊക്കെ പടമായതുകൊണ്ട് ആവറേജ് പടമാണെന്ന് വിചാരിച്ചു. പക്ഷേ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല പടമാണെന്ന് കേട്ടു. എന്തായാലും നമ്മുടെ തൃശ്ശൂർ രാംദാസിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. എന്തായാലും പോയി കണ്ടു നോക്കാം. റിവ്യൂ എങ്ങനെയാണെന്നോ എങ്ങനെയാണെന്നോ നോക്കിയിട്ട് പറയാം. പിന്നെ നമ്മുടെ തൃശ്ശൂർ പുഴയ്ക്ക് ഞാൻ കല്യാണ വണ്ടി ഫെൻസ് മേബാക്കാൻ വിചാരിച്ചു. അവിടെ നമ്മുടെ പുഴയ്ക്കൽ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ വണ്ടികളൊക്കെ ബ്ലോക്കൊക്കെ മാറി നല്ല സ്മൂത്ത്. ഞാൻ മുമ്പ് വീട്ടിട്ടായിരുന്നു, അതിൽ ഫുള്ള് ബ്ലോക്കായിരുന്നു. ഇപ്പോൾ ബ്ലോക്കൊക്കെ മാറി അടിപൊളിയായിട്ട്. എന്തായാലും കഴിഞ്ഞ് തിയേറ്ററിൽ പോയിട്ട് ഗൈസ്. അപ്പോൾ തിയേറ്ററിൽ എത്തിയിട്ടോ. നമ്മൾ ഇനി സിനിമ കണ്ടതിന് ശേഷം അറിയാം റിവ്യൂ. പിന്നെ അപ്പോൾ രാംദാസിൽ ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂർ രാംദാസിലാണ്. പിന്നെ എന്താ പണ്ടതല്ല കുറച്ച് മോഡിഫിക്കേഷൻ വരുന്നുണ്ട്. സീറ്റും സൗണ്ട് സിസ്റ്റം ഒക്കെ പറ്റിയാണ്. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാറുള്ളതാണ്. ആൾ എല്ലാ സിനിമയും പണ്ട് തൊട്ടേ സിനിമ പ്രാന്തനാണ്. അപ്പോൾ ഇനി ബാക്കി കണ്ട ശേഷം പറയാം. ഓക്കെ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. സംഭവം അടിപൊളിയായിരുന്നു. നല്ല സീനുകളൊക്കെ എല്ലാവരും അടിപൊളി. അമീനായാലും ഗണപതിയായാലും പുതിയ പിള്ളേരായാലും ഒരുപാട് ചിരിക്കാനുള്ള സീനുകളൊക്കെ ഉണ്ട്. പാട്ടും കോമഡി സീൻസൊക്കെ ഒരുപാടുണ്ട്. എന്നാലും ഇപ്പം ഈ സെക്കൻഡ് ഹാഫ് കൂടി കണ്ടിട്ട് കോമഡികളൊന്നും ഒന്നും പറയില്ല. റോമാഞ്ചത്തിൻ്റെ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവല് അടിപൊളി. 7 ബൈക്ക് കോമഡികളൊക്കെ എന്തായാലും അടിപൊളിയാണ്. നല്ലതാണ്. റോമാഞ്ചല്ല, അതിൻ്റെ ആയിട്ട് നല്ല രസമുള്ളൊരു ഇത് തന്നെയായിരുന്നു. എല്ലാവരും അടിപൊളിയാണ്. ഒന്നും പറയില്ല, അടിപൊളി. സെക്കൻഡ് ഹാഫ് എങ്ങനെയാണോ പടം കഴിഞ്ഞ് ഗൈസ്. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു എൻ്റർടൈനർ പടം തന്നെയാണ്. പിന്നെ കോമഡികളൊക്കെ സംഭവം സെറ്റ് കോമഡികൾ, നല്ല കോമഡികളായിരുന്നു. ഇപ്പോൾ ഗണപതിയിലായാലും പുതിയ മറ്റേ കുഡൂസ് മീഡിയയിലെ ആ പയ്യനായാലും എല്ലാവരും അടിപൊളിയായിരുന്നു. തന്നെ അഭിനയത്തിനല്ല, മൊത്തം ആ കഥയും കോമഡികളും ഒക്കെ അടിപൊളിയായിരുന്നു. കാരണം എല്ലാം നല്ല കോമഡികളാണ്. ലൈക്ക് ഫസ്റ്റ് ഹാഫൊക്കെ ഒന്നും പറയില്ല, ഫുള്ള് അടിപൊളി. പിന്നെ സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു കോമഡി കുറവുണ്ടെങ്കിലും എന്നാലും കണ്ടിരിക്കാൻ പറ്റും. സംഭവം സെറ്റാണ്. നമ്മൾ നിൽക്കണത് ഇപ്പോൾ നമ്മുടെ രാംദാസിലാണ്. പിന്നെ എന്തായാലും എല്ലാവരും പോയി കാണാം. കാരണം അത്യാവശ്യം നല്ല പടമാണ്, അടിപൊളി പടമാണ്. നല്ല റിവ്യൂ ഉണ്ട്. ആൾക്കാരൊക്കെ കോമഡികളൊക്കെ എല്ലാ കോമഡിക്കും നല്ല കൈയടിയും നല്ല ചിരി ഉണ്ടായിരുന്നു. എന്തായാലും മസ്റ്റ് വാച്ചാണ്, എല്ലാവരും പോയി കാണാം.